ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യമെന്ന് പറഞ്ഞത് ഭരണഘടന എഴുതിയ ഡോക്ടർ BR അംബേദ്കറാണ്. ജനാധിപത്യ സ്വതന്ത്ര ഇന്ത്യയിൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മേൽ ചിലർ തിണ്ണമെടുക്ക് കാണിച്ചത് അവർക്ക് ഹിതകരമല്ലാത്ത വാർത്തകൾ നാടറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. വാർത്തകളിൽ അവർക്കിഷ്ടമുള്ള അരിപ്പ വെച്ച് അരിച്ചെടുക്കണമെന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് ഏകാധിപത്യം. വാർത്തകളെല്ലാം എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരാകും. 64 മുതൽ അത് ഏറിയും കുറഞ്ഞും പല പാർട്ടികൾക്കുമെതിരായ വാർത്തകളായി വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ അക്രമങ്ങൾ അധികമൊന്നും ഐക്യ കേരളം കണ്ടിട്ടില്ല. ഇന്ന് തൃശ്ശൂരിൽ കണ്ടത് അസഹിഷ്ണുത പ്രത്യയശാസ്ത്രമാക്കിയ ക്രിമിനൽ കൂട്ടത്തിന്റെ കയ്യൂക്കുകാട്ടലായിരുന്നു. ഒരു വശത്ത് അങ്ങനെ ശ്രമിക്കുമ്പോൾ മറുവശത്ത് പാലക്കാട്ടെ അടക്കം പറച്ചിലുകളിൽ MLAയെ മടക്കിക്കൊണ്ടുവരാനുള്ള അടവുകൾ മെനയുകയാണ്. എത്ര കാലം മാറ്റി നിൽക്കുമെന്ന ആശങ്കയുള്ളവരിൽ വലിയ നേതാക്കളും ചെറിയ നേതാക്കളും ഒക്കെയുണ്ട്. MLAക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകാനും ഒരു സംഘം സദാ സജ്ജമാണ്. ടീം മാങ്കൂട്ടം സജീവമോ എന്നതാണ് ചോദ്യം. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, BJP പ്രതിനിധി PR ശിവശങ്കർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, സാമൂഹ്യ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീകുമാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി, പാർട്ടി നടപടി, ഏറ്റവും വേഗത്തിലെടുത്ത നടപടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റി 24 മണിക്കൂറിനകം. അത് കഴിഞ്ഞ് പാർട്ടി പരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത വിധം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, നിർവീര്യനാക്കി എന്ന നടപടിയും വരുമ്പോൾ അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാചകമുണ്ട്, വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കും എന്ന നടപടിയിലൂടെയെന്ന്. ആ നടപടി ഉണ്ടായി. പക്ഷെ പിന്നീട് കാണുന്നത് എന്താണ്? ടീം മാങ്കൂട്ടത്തിന്റെ അഴിഞ്ഞാട്ടം. അത് പല രൂപത്തിലാണ്. മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങളായി വരുന്നു. അത് സൈബർ ആക്രമണം, കൂട്ടത്തിലുള്ള കോൺഗ്രസിലെ വനിതാ നേതാക്കളെ ആക്രമിക്കുന്ന രീതിയിലാകുന്നു. ഇതിനോട് പ്രതികരിക്കാൻ പ്രധാനപ്പെട്ട വലിയ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ മടിക്കുകയാണ്. കാരണം അവരുടെ കയ്യിൽ നിൽക്കാത്തൊരു കാര്യമായി കാര്യങ്ങൾ കൈവിട്ടു പോയോ? നോക്കൂ സ്മൃതി, ആദ്യമേ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ തൃശ്ശൂർ ബ്യൂറോയിലെത്തി അതിക്രമം നടത്തിയ ആ നടപടിയെ പത്രപ്രവർത്തന തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള ഞാൻ ശക്തമായിട്ട് അമർഷം രേഖപ്പെടുത്തിയാണ്. ആ നടപടിയിൽ പത്രപ്രവർത്തക യൂണിയനെ ദീർഘകാലം പല ഘട്ടങ്ങളിലായി നയിച്ച ഒരാളെന്ന നിലയ്ക്കും എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഏത് കാലത്താണെങ്കിലും ഇപ്പോൾ 2 വർഷം മുമ്പ് പാലാരിവട്ടത്തെ ഏഷ്യാനെറ്റ് ഓഫീസിൽ CPMൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ SFI അതിക്രമം നടത്തി ബാനർ കെട്ടിയ സംഭവത്തിലടക്കം അമർഷം രേഖപ്പെടുത്തിയ ഒരാളാണ് ഞാൻ. അപ്പം അന്നും ഇന്നും അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ആ ഒരു അമർഷം എനിക്കെപ്പോഴും ഉള്ളതാണ്. അത് ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കോൺഗ്രസ് നടപടി അടഞ്ഞ അധ്യായമാണെന്ന് KPCC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി നീക്കി നിർത്തി നിയമസഭാ കക്ഷിയിൽ അദ്ദേഹം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി. പിന്നീട് ശ്രീമതി സ്മൃതി ഇവിടെ സൂചിപ്പിച്ചത് മാങ്കൂട്ടത്തിൽ ടീമെന്നോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ ഒരു ടീം ഉണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ആ ടീമിൻ്റെ കാര്യങ്ങൾ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കോൺഗ്രസ് രാഷ്ട്രീയമാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീകുമാർ, നമുക്കത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. ടീം മാങ്കൂട്ടം എന്ന് പറയുന്നത് ഇന്ന് അങ്ങ് അപലപിച്ച ആ സംഭവത്തിലടക്കം അങ്ങനെയുള്ളവരാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയിരിക്കുന്നു അല്ലേ? അപ്പോൾ അധ്യക്ഷനല്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ പോരാളികളായി ഒരു വിഭാഗം ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ് അയാളെ മാറ്റി നിർത്തിയതെന്നൊരു വിഷയമുണ്ടല്ലോ. അതിൻ്റെ ഗൗരവം, അതിൻ്റെ ധാർമ്മികത എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായി ഇപ്പോൾ പുറത്തേക്ക് തെരുവിൽ അക്രമം അഴിച്ചുവിടുന്നവർ? അതായത് ഇന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസ് അതിക്രമിച്ച് കയറിയ അവരവിടെ കരിയോലൊഴിച്ച സംഭവത്തിലാണ് സ്മൃതി പറയുന്നതെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പറഞ്ഞത് അത് ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു വനിത ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയുമായി ബന്ധമില്ലെന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞത്.
അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും ഇതായിട്ട് കൂട്ടിക്കെട്ടുന്നതിലൂടെ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് അത് എനിക്കറിയില്ല. തന്നെയാണ് പ്രധാനപ്പെട്ട ഇവിടെ പ്രശ്നം. KPCC ശ്രീ ശ്രീകുമാർ നേതൃത്വം ഇടപെടുന്നതിൽ ക്ഷമിക്കണം. കാരണം വലിയ ഗൗരവത്തിലുള്ള ഒരു വിഷയം കുറച്ച് യുവതികൾ പുറത്തേക്ക് ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ അത് പുറത്തേക്ക് ഉന്നയിക്കുന്നതായി ആ ശബ്ദരേഖ പുറത്തേക്ക് വരികയാണ്. അതിൻ്റെ ഗൗരവം അത്രത്തോളം ഗൗരവത്തിലുള്ള വിഷയമാണ്. അങ്ങനെ ഒരു വിഷയം കേരളം ചർച്ച ചെയ്യുമ്പോൾ അതുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത, വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു പോസ്റ്റ് എടുത്ത് രണ്ടും ഒരുപോലെയാണ് എന്ന് സമീകരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക നല്ല അടവാണ്. ആ അടവാണ് അവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീകുമാർ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പ്രതിഷേധത്തെ നമ്മൾ തള്ളിക്കളഞ്ഞു. അതിൽ KPCCയും അത് തള്ളിക്കളഞ്ഞു. അത് സ്മൃതി ആദ്യം പറഞ്ഞ ആരും പ്രതികരിച്ചില്ല എന്ന്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് ഷാഫി പറമ്പിൽ MP. അപ്പോൾ അദ്ദേഹം അത് തള്ളിപ്പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് KPCC തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്ന ആ വിഷയത്തെ. പിന്നെ യൂത്ത് കോൺഗ്രസ് ഇവിടെ കാണിച്ചു കൂട്ടിയ ആ ഒരു നടപടിക്കെതിരെ പോലീസും ഗവൺമെൻറ്റും ഒക്കെയാണ് കേസെടുക്കേണ്ടത്. അത് കേസെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. അതാണ് ആ വിഷയം. അതിനെ പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാണുന്നത് വെച്ചാൽ അറസ്റ്റും ഉണ്ടായിട്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം സ്മൃതി. കാരണം നമ്മൾ ഈ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകരൊക്കെ അവരെപ്പോഴും ആവേശം പൂണ്ടു നിൽക്കുന്നവരാണ്. അപ്പോൾ അവരെ മാധ്യമ സ്ഥാപനങ്ങളിൽ ആദ്യം കയറി ആക്രമിക്കുന്നത് അവർക്കെതിരായിട്ടുള്ള വാർത്ത വരുന്നതുകൊണ്ടാണ്. ഇതിപ്പോൾ പുതുമയുള്ള കാര്യമല്ല. കാരണം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവഹേളിതരാണില്ല സത്യം പറഞ്ഞാൽ. കാരണം ഈ മാധ്യമപ്രവർത്തകർ അത്ര വലിയ ആളുകളൊന്നുമല്ല. അവർക്ക് വലിയ പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. പരിലാളനയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവരും വിമർശിക്കപ്പെടേണ്ടതാണെന്നുള്ള പൊതുവായിട്ടുള്ള അംഗീകാരമാണ്, ഒരു തീരുമാനമാണ്. പക്ഷേ അവർ ആക്രമിക്കപ്പെട്ടാലും വലിയ കുഴപ്പമില്ലെന്ന് ഇവിടെ പറഞ്ഞ് തെളിയിച്ചു തന്നൊക്കെ ഒരു പാർട്ടിയുണ്ട് ഇവിടെ, CPM എന്ന് പറയുന്നത്. ഇത്രയും മാധ്യമപ്രവർത്തകർ അവഹേളിതരായ മാപ്ര എന്ന പേരടക്കം എങ്ങനെയാണ് വന്നത്, ഏത് കാലത്താണ് വന്നത്? അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ വില കെടുത്തിയ ഒരു ഗവൺമെൻറ് ഇവിടെ ഭരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ കടക്ക് പുറത്തുനിന്നും മാധ്യമപ്രവർത്തകൻ്റെ പത്രാധിപരോടെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിക്കുന്നതും, അതുപോലെ തന്നെ വാർത്ത എഴുതിയാൽ കേസെടുക്കുന്നതും, ചാനൽ പ്രവർത്തകർ വാർത്ത എഴുതിയാൽ അവർക്കെതിരെ കേസെടുക്കുന്നതും, അത് സെക്രട്ടേറിയറ്റിൽ കയറാൻ സമ്മതിക്കാത്തതും, നിയമസഭയിലെ ചിത്രീകരണം നടപ്പാക്കാൻ അനുവദിക്കാത്ത, അങ്ങനെ മാധ്യമപ്രവർത്തകർ അതിന് പ്രത്യേക ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു പരിഗണന അർഹിക്കുന്നവരല്ല എന്ന് പറഞ്ഞൊരു പാർട്ടി ഭരിക്കുന്ന നാടാണിത്. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പല പാർട്ടിയിൽപ്പെട്ട യുവജന സംഘടനകൾക്ക് എന്നാൽ ഞങ്ങൾക്ക് ആയാൽ എന്തെന്നൊരു ചിന്ത വരും. ഒരിക്കലും യൂത്ത് കോൺഗ്രസ് ആ ഒരു നടപടിയിലേക്ക് പോകാൻ പാടില്ലാത്തതാണ്. യൂത്ത് കോൺഗ്രസ് മാധ്യമങ്ങളുടെ പരിലാളനയും കൂടെ വളർന്ന ഒരു പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസും. യാതൊരു സംശയമില്ലാത്ത കാര്യം. അത് മാധ്യമങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. കാരണം അവരുടെ പ്രവർത്തന ശൈലി കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെയാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ആകാം എന്നുള്ള രീതി ആ ഒരു സോഷ്യൽ മീഡിയ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നത് ശരിയല്ലെന്നുള്ള അഭിപ്രായം തന്നെ ഞാൻ പറയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഏത് വാർത്താ മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിലും ശരി, അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്, നയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ ആ വാർത്തയിൽ എന്തെങ്കിലും അസത്യം ഉണ്ടെങ്കിൽ അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയണം. അപ്പോൾ പ്രത്യേകിച്ച് ചില കാര്യങ്ങളിൽ ഇന്നിപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടെ ആക്രമണം നടത്തിയ യൂത്ത് കോൺഗ്രസ് അതിൻ്റെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്തു. അയാൾ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു, ഞാൻ 3 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും, ഞാൻ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ് DGPക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഒരു ഓഡിയോ ഇട്ടു. അയാൾ തിരുവനന്തപുരത്ത് ഇറങ്ങി, അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്തത് പോലീസുകാർ മാന്യമായിട്ട് തന്നെയാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. അതിനുശേഷം വാർത്തകൾ വന്ന എങ്ങനെയാണ്, MLA ഹോസ്റ്റലിൽ ഒളിച്ചിരിക്കാൻ പോയതാണ്, അപ്പോൾ പോലീസ് വളഞ്ഞിട്ട് പിടികൂടി, പോലീസ് പിന്നെ ആ രീതിയിലേക്ക് വാർത്തകൾ വന്നു. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വാർത്തകളും വിമർശനങ്ങളും വേണം. യൂത്ത് കോൺഗ്രസ്സിൽ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് തന്നെ അപലപിക്കണം. പക്ഷേ ആ വാർത്ത വരുമ്പോൾ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരുപാട് വീഡിയോകൾ ഇറങ്ങും. അപ്പോൾ ആ വീഡിയോ, ഒരു വാർത്ത പറയുമ്പോൾ ആ വാർത്തയല്ല യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ കാണുന്നതെങ്കിൽ ആ വിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ, എനിക്ക് പക്ഷമുള്ളൊരു പത്രപ്രവർത്തകനാണ്. പക്ഷേ ഞാൻ 42 വർഷമായിട്ട് പത്രപ്രവർത്തകനാണ്. ഞാൻ ചെക്കുട്ടിയൊക്കെ ഒരുമിച്ച് പത്രപ്രവർത്തനത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതൊരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമൊന്നുമല്ല, ഒരു അഭിപ്രായമാണ്. ഇത് മാനിക്കപ്പെടണം. ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതെനിക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനൊരു മുതിർന്ന മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതിൽ വേറെ പ്രത്യേകിച്ച് ആരോടെങ്കിലും വിരോധമോ അല്ലെങ്കിൽ വാർത്ത കൊടുക്കുന്നതിനുള്ള എതിർപ്പൊന്നുമല്ല. എല്ലാം നമ്മൾ കണക്കാക്കണം. അതിനൊപ്പം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. മഹത്തായ മാധ്യമപ്രവർത്തനമല്ല. മാധ്യമപ്രവർത്തനം പുതിയ കാലത്തിലേക്ക് എത്തുമ്പോൾ അത് വേറെ ചില പ്രവണതകളിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ളത് നമുക്കെല്ലാവർക്കും യോജിക്കാവുന്ന കാര്യമാണ്. പക്ഷേ കായികമായി നേരിടുക എന്നതിനോട് അങ്ങ് യോജിക്കുന്നില്ലല്ലോ. അങ്ങ് പറഞ്ഞതുപോലുള്ള ഈ പ്രത്യേക വിളി, ഞാൻ ആ വാക്കുപയോഗിക്കില്ല,
പ്രത്യേക വിളി പ്രയോഗം വന്നത് ഏത് ഭാഗത്തു നിന്ന് എന്നുള്ളത് നമുക്കറിയാം. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. വാചകങ്ങൾ കൊണ്ടുള്ള കസർത്ത്, വാചകം കൊണ്ടുള്ള ആക്രമണങ്ങൾ, അപമാനങ്ങൾ, ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിലും അപ്പുറമാണ് കായികമായി നേരിടുക എന്നുള്ളത്. ആ രൂപത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. അങ്ങിന്ന് തൃശ്ശൂരിലെ സംഭവം മാത്രം കണ്ടാൽ പോരാ. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലും കഴിഞ്ഞ ദിവസം വടകരയിലും ഉണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരെ വാഹനത്തെ ആക്രമിക്കുകയായിരുന്നു. അതാ പറഞ്ഞത്, തെറ്റാണ്. കാരണം റിപ്പോർട്ടർ ചാനലിന് കോൺഗ്രസിന് റിപ്പോർട്ടർ ചാനലിനോടോ മറിച്ചോ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് അവരുടെ പ്രസ്താവനകളിലാണ് തെളിയേണ്ടത്, അവരുടെ അഭിപ്രായങ്ങളിലാണ് തെളിയേണ്ടത്. അവരല്ലാതെ അത് കായികമായിട്ടെന്നല്ല, അസഭ്യവാക്കുകളും പറയാൻ പാടില്ല മാധ്യമപ്രവർത്തകരെ. കാരണം മാധ്യമപ്രവർത്തനം വെച്ചാൽ എന്താണ്? പഴയ കാലത്തെ സ്വന്തം ലേഖകൻ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ലേഖകനാണ്, നിങ്ങളുടെ സ്വന്തം ലേഖകനാണ് ഞാൻ. ഞാൻ പറയുന്ന വാർത്ത സത്യസന്ധമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ വാർത്ത തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ വിമർശിക്കാം. പക്ഷേ ആ സ്വന്തം ലേഖകൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്ന സ്വഭാവം നല്ലതല്ല. അത് ഇപ്പം തുടങ്ങിയതല്ല. ഞാൻ പറഞ്ഞൊരു കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്തെ സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ കണ്ടിരുന്നോ? വിമർശിക്കാറൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ മാധ്യമപ്രവർത്തകരെ മാപ്ര എന്ന പേര് കൊടുത്ത് അവർ വലിയ ആൾക്കാരൊന്നുമല്ല, അവരുടെ സ്ഥാപനങ്ങളിലെ ദന്തഗോപുരത്തിരുന്ന് അങ്ങനെ വിലസണ്ട എന്നൊക്കെ പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും ആരാണ്? തങ്ങൾക്കിഷ്ടമുള്ള വാർത്ത വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പറയുകയും തങ്ങൾക്കെതിരായിട്ടുള്ള വാർത്ത വരുമ്പോൾ നിങ്ങളുടെ ഈ സിൻഡിക്കേറ്റും ഗൂഢാലോചനയൊന്നും എന്നോട് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ശൈലി എങ്ങനെയാണ്? നിങ്ങളൊരു വാർത്ത ചെയ്താൽ കേസെടുക്കും എന്ന് പറഞ്ഞ പാർട്ടി ഏതാണ്? അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അറിയാം. ഇപ്പം നിങ്ങളെ ഒരു മിനിറ്റ് ഒറ്റ കാര്യം പറയാം. അതൊരു മാധ്യമ സ്ഥാപനം ആക്രമിക്കപ്പെടുമ്പോൾ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗം ഒരു മാധ്യമ സ്ഥാപനത്തിന് നേരെ അതിക്രമം നടത്തിയാൽ അത് CPM വിമർശിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം കുറയാണ്. CPM വിമർശിക്കാതിരുന്നാൽ ഗൗരവം കൂടും. കാരണം എന്താണ്? CPM ഇതിലപ്പുറത്ത് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർ വിമർശിക്കാൻ വന്നാൽ അതിന്റെ ഗൗരവം കുറഞ്ഞു പോകും. അതാണ് പ്രശ്നം. അങ്ങനെയാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്. അങ്ങനെ പ്രതികരിക്കും. അതിൽ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നടന്ന സംഭവങ്ങളോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് അതിലും അപകടകരം. ശ്രീകുമാർ, ഞാൻ സനോജിലേക്ക് ഒന്ന് പോകട്ടെ. VK സനോജ്, കഴിഞ്ഞ 2 ദിവസങ്ങളായി നടക്കുന്ന കാര്യം, ഇപ്പോൾ മാധ്യമ സ്ഥാപനത്തിന് നേരെ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് നേരെ, ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണം എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതിലപ്പുറം രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ്, ആ നേതാവ് എന്തായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പുറത്തേക്ക് വന്നത്. അത് സമാനതകളില്ലാത്ത സംഭവമാണെന്ന് കേരളം വിലയിരുത്തി കഴിഞ്ഞ കാര്യമാണ്. അതിൽ കേസെടുക്കൂ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി കേസെടുക്കാൻ, പരാതി പറയാൻ അവർ വരാത്തൊരു സാഹചര്യം കൂടി കേരളത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യമോടെ അവിടെ നിൽക്കുകയാണ്. അതവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഗൗരവം കുറച്ചുകൊണ്ട് വേറെ രൂപത്തിൽ ആക്രമണം നടത്തിയാൽ ഞങ്ങൾക്ക് തിരിച്ചു വരാനാകും എന്നതാണോ ഈ ചിന്തയ്ക്ക് പിന്നിൽ? ഇപ്പോൾ പാലക്കാട് A ഗ്രൂപ്പിൻ്റെ യോഗം ചേർന്നു എന്നടക്കമുള്ള ഷാഫി അത് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ പാലക്കാട് വിവിധ പരിപാടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിക്കുക, അങ്ങനെ വീണ്ടും ഒന്ന് സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ നോക്കുക എന്നൊരു ധൈര്യത്തിലേക്ക് എങ്ങനെയാണ് നേതാക്കൾക്ക് എത്താൻ കഴിയുക? വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഉയർന്നു വന്ന കൃത്യമായ തെളിവുകളും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളുമാണ്. അതിൽ ചില ഇരകൾ മുഖം കാണിക്കാതെ ചില ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവരുമായി നടത്തിയിട്ടുള്ള വിവിധ കോൺവെർസേഷൻ്റെ കൃത്യമായ ഡാറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ വിവരങ്ങൾ പുറത്തു വന്നിട്ടും കോൺഗ്രസിലെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടമോ ഇത് ഞാനല്ല, ഇതെൻ്റെ ശബ്ദമല്ല, ഇത് ഞാനുമായി ബന്ധപ്പെട്ട ചാറ്റല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചുകൊണ്ട് ഒരു വരി പ്രസ്താവന പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ള തെളിവുകളുമെല്ലാം ഏതാണ്ട് അവരെല്ലാം സമ്മതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയേറെ അപമാനമുണ്ടാക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുക്കണം, പ്രക്ഷേപണം ചെയ്ത ചാനലിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ വേണ്ടി വരും. അങ്ങനെയൊന്നും അവർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വരി പ്രസ്താവന കൊണ്ടുപോലും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും ഇവരെയെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി, ഇവരെയെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വൈകുന്നേരം ചാനലിൽ വന്നിരിക്കുന്നു, കുറേ ആളുകൾ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നു, കുറേ ആളുകൾ മറ്റു തരത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയ ആളുകൾക്കെതിരായിട്ട് സൈബർ ഇടത്തിൽ ആക്രമണം നടത്താൻ വേണ്ടി സംഘടിച്ച് മുന്നോട്ട് വരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്ക്, ഇത്തരം കാര്യങ്ങൾക്കാരാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും കൃത്യമായ നേതൃത്വമായിട്ട് നമുക്കെല്ലാം അനുഭവപ്പെടുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലും അതുപോലെ തന്നെ VD സതീശനും ഈ രാഹുൽ മാങ്കൂട്ടവും കേരളത്തിൽ സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു മുക്കൂട്ട് മുന്നണിയാണ്.
അതിനെതിരായിട്ട് കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്, എതിർപ്പുണ്ട് എന്ന് ആർക്കാണ് ഇവിടെ അറിയാത്തത്? സതീശന് ഗത്യന്തരമില്ലാതെ നടപടി എടുക്കണം എന്ന് പറയേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടും സതീശൻ പറയുന്നു ഹൃദയവേദനയോടുകൂടിയാണ് ഞാനത് ചെയ്തത് എന്നാണ്. ആരുടെ ഹൃദയവേദന? ആരുടെ വേദനയെക്കുറിച്ചാണ് പറയുന്നത്? സതീശൻ പറഞ്ഞല്ലോ, എനിക്ക് മകളെ പോലെയാണ് ആദ്യം ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയെന്ന്. ആ പെൺകുട്ടി 3 വർഷം മുന്നേ കൊടുത്ത പരാതി മുക്കിയിട്ടാണ് സതീശൻ പറയുന്നത് എനിക്ക് ഹൃദയവേദനയോടുകൂടിയാണ് മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതെന്ന്. അപ്പോൾ ഇതൊന്നും ഇവർക്കൊന്നും യാതൊരു ആത്മാർത്ഥതയുമില്ല. ആത്മാർത്ഥത ഇല്ലാന്ന് മാത്രമല്ല, ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രകടമായി രംഗത്തിറങ്ങിയാണ്. നിങ്ങൾ നോക്ക്, റിപ്പോർട്ടർ സംഘത്തിന് നേരെ ഇപ്പം മാത്രമാണ് അക്രമം നടക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ അടിമുടി വ്യാജനാണ് എന്നത് ഈ സംഭവത്തെ തുടർന്ന് മാത്രമല്ലല്ലോ. ഇയാൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാവാൻ വേണ്ടി തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്ന നിലയുണ്ടായി. ആ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് വ്യാജമായി വോട്ടർ ID ഉണ്ടാക്കിയിട്ടാണ് എന്ന് ആരാ പരാതി ഉന്നയിച്ചത്? പരാതി ഉന്നയിച്ചത് ഇവരുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധ ജില്ലകളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളുകൾ, ഇവരുടെ സഹപ്രവർത്തകർ, ഇവരുടെ ഉറ്റ സഹപ്രവർത്തകർ, ഇവരുമായി എല്ലാ ദിവസവും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഞങ്ങളെ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും പറ്റിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു എന്ന് TV ചർച്ചയിൽ കൂടി വന്ന് മാധ്യമങ്ങൾക്ക് മുന്നാകെ കേസ് കൊടുത്തുകൊണ്ടെല്ലാം വെളിപ്പെടുത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ടും അടിമുടി വ്യാജനാണ്, ഇവരെ വ്യാജ പ്രസിഡന്റ് എന്നാണ് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആളുകൾ ഇവരെ വിശേഷിപ്പിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു കൊണ്ടുവന്നതിൻ്റെ ദേഷ്യത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ റോഷിബാൽ എന്ന് പറയുന്ന റിപ്പോർട്ടർക്കെതിരായിട്ട് തുടർച്ചയായ ആക്രമണമല്ലേ? ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിലമ്പൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചവരാണ്. ഒരു ദിവസം നിലമ്പൂരിൽ ഇവരുമായി ബന്ധപ്പെട്ടൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ റോഷിബാലിനെ അവിടെ നിന്ന് അടിച്ചോടിച്ചില്ലേ? ആരാ അതിന് നേതൃത്വം കൊടുത്തത്? അന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ റോഷിബാലിനെ അടിച്ചത് തെറ്റാണ് എന്ന് പറയാൻ ആരെങ്കിലും കോൺഗ്രസിൽ ആരെങ്കിലും മുന്നോട്ട് വന്നോ? അഹങ്കാരമായിരുന്നു. കാരണം ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും, ഞങ്ങൾക്കാണ് ജനങ്ങളാകെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന നിലയിലുള്ള പ്രചരണമൊക്കെ സംഘടിപ്പിച്ചിട്ട് അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് അവർ അതിനെല്ലാം കൈകാര്യം ചെയ്തത്. അന്ന് ഒടുവിലെന്താ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ, അന്ന് തന്നെ വടകരയിൽ ഈ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘത്തെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചോ? ഇത് കേരളത്തിലല്ലേ നടക്കുന്നത്? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരുത്തരും പറഞ്ഞിട്ടില്ല, ഒരാളും പറയുന്നില്ല. ഇവർക്ക് എന്തും ചെയ്യാൻ ആവശ്യമായ ലൈസൻസ് കോൺഗ്രസ് കൊടുത്തിരിക്കുക. ഈ പ്രതികരണം നടത്തിയിട്ടുള്ള റിപ്പോർട്ടർ സംഘത്തെ നേരെ മാത്രമല്ലല്ലോ, ആരൊക്കെ ഷാനിമോ ഉസ്മാൻ നിലപാട് പറഞ്ഞല്ലോ, ഉമാ തോമസ് MLA നിലപാട് പറഞ്ഞല്ലോ. എന്തായിരുന്നു അവർക്ക് കിട്ടിയ അനുഭവം? അവിടെ AICCയുടെ ഏറ്റവും ഉയർന്ന നേതാവാണല്ലോ കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാൽ. KC വേണുഗോപാലിൻ്റെ ഭാര്യ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് നിമിഷങ്ങൾക്കകം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഓടേണ്ടി വന്നില്ലേ? ആരാ ഇതിന് ഉത്തരവാദി? എന്നാൽ പിന്നെ അവർക്ക് അനുകൂലമായി 2 വരി പ്രസ്താവന ഈ ഷാഫി പറമ്പിൽ നടത്തിയോ? ഷാഫി ആ ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് മുങ്ങി ബീഹാറിലേക്ക് പോയി. അവിടെയും രക്ഷയില്ലാതായപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. മാധ്യമപ്രവർത്തകരെല്ലാം ഷാഫിയെ വളഞ്ഞിട്ട് ചോദിച്ചു, എന്താ കഥ ഇത്? ഷാഫി എന്തായിരുന്നു എന്ന് പറയേണ്ടിയിരുന്നത്? ഇത്രയേറെ പെൺകുട്ടികൾ നേരിട്ട് വന്നിട്ട് മുഖം കാണിക്കാതെയെങ്കിലും പറഞ്ഞല്ലോ. കാരണം അവരുടെ ഗതികേട് കൊണ്ടാണ്. എൻ്റെ വയറ്റിൽ കിടക്കുന്ന 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നിട്ടില്ലെങ്കിൽ, അതിന് ഗർഭചിത്രം നടത്തിയിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതിയെന്ന് ഭീഷണി സന്ദേശം മാധ്യമങ്ങൾ മുഴുവൻ വഴി അറിഞ്ഞു. അത് ഷാഫി അറിഞ്ഞിട്ടില്ല പോലും. ഷാഫി എന്നിട്ട് അവിടെ നിന്ന് നാണമില്ലാതെ ചോദിക്കുകയാണ്, അതിന് തെളിവുണ്ടോ? എന്ത് തെളിവാ ഷാഫി ഇതിനപ്പുറം വേണ്ടത്? നിങ്ങളൊക്കെ ഒരു പൊതുപ്രവർത്തകനല്ലേ? നിങ്ങളൊക്കെ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന ആളല്ലേ? ഒരു സഹോദരി തെരുവിൽ വന്നിട്ട് വിളിച്ചു പറയുന്നു, എനിക്കെതിരായി ഇന്ന അതിക്രമങ്ങൾ നടത്തി, എന്നോട് മോശമായി പെരുമാറി, ആ കുട്ടി മുഖം കാണിച്ചു തന്നെയാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഷാഫിക്ക് മിണ്ടാട്ടമില്ല, അത് തെളിവല്ല പോലും. ഒരു പെൺകുട്ടി ബൈറ്റ് കൊടുത്തു, എനിക്ക് ട്യൂഷൻ എടുത്ത ആളായിരുന്നു, കുറേ കാലം കഴിഞ്ഞപ്പോൾ വിവാഹാലോചനയുമായി വീട്ടിലേക്ക് വന്നു, അതിനെ തുടർന്ന് ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നു, പക്ഷേ എന്നെ ചതിച്ചിരിക്കുന്നു ഒരു പെൺകുട്ടി. മറ്റൊരു പെൺകുട്ടി പറയുന്നു, എൻ്റെ വയറ്റിൽ 4 മാസമുള്ള കുഞ്ഞുണ്ടായിരുന്നു, അതിനെ ഭ്രൂണഹത്യ നടത്തേണ്ടി വന്നു. അതൊന്നും ഷാഫിക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് ഷാഫിയുടെ വാദം. ഇത് നാണമില്ലാതെ ഷാഫിയും സംഘവും ഇതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പഴയ കുറേ കഥകൾ കൊണ്ടുവന്നിട്ട് പണ്ടൊക്കെ അവരൊക്കെ അങ്ങനെയായിരുന്നു, എന്നാൽ പിന്നെ ഇവനും ഇങ്ങനെ ആയിക്കൂടെ എന്ന നിലയിലേക്ക് സമീകരണ ചർച്ചകൾ നടത്തുകയാണ്. ഇതൊക്കെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് പ്രതിഷേധം ഉണ്ടാവില്ലേ? അത്തരം വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ എന്തിനാണ് ഈ നിലയിൽ അക്രമം സംഘടിപ്പിക്കുന്നത്? എന്തൊക്കെ പ്രസംഗമായിരുന്നു ഇവർ നടത്തിയുള്ളത്? ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വലിയ വാദങ്ങൾ നിരത്തിയല്ലോ ഒരു മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം CPMൻ്റെ ഈ വിമർശനം ഗൗരവം കുറക്കും പോലും. CPMൻ്റെ വിമർശനം എങ്ങനെയാണ് ഗൗരവം കുറക്കുക? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളെ വേട്ടയാടിയ പാർട്ടി ഏതാ? ചരിത്രമല്ല ഞാൻ അങ്ങോട്ട് പറയിക്കണോ? അടിയന്തരാവസ്ഥ കാലമുണ്ടായിരുന്നു. കുൽദീപ് നയ്യാർ എന്ന് പറയുന്ന ലോകം ആദരിക്കുന്ന മാധ്യമപ്രവർത്തകൻ
ആ കുൽദീപ് നയ്യാർ എന്ന് പറയുന്ന ലോകം ആദരിക്കുന്ന മാധ്യമ പ്രവർത്തകനെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ചെയ്തികളെ നിശിതമായി വിമർശിക്കുകയും അതിനെതിരായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്ന കുറ്റം ചുമത്തിയിട്ട് ആരാ ജയിലടച്ചത്? കുൽദീപ് നയ്യാർ പിന്നീട് ബ്രിട്ടനിൽ ഹൈക്കമ്മീഷണറായി പോയി 90കളിൽ. പിന്നീട് അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകം ആദരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഷകളിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ആ കാലത്ത് വായിക്കപ്പെട്ടതാണ്. അപ്പൊ കുൽദീപ് നയ്യാറെ പോലുള്ള ആളുകളെ വേട്ടയാടിയ ചരിത്രവും പാരമ്പര്യവുമുള്ള ആളുകൾ വന്നിട്ട് ടി വി ചർച്ചയിൽ അയ്യോ CPM എന്തോ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് CPM ഇതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. പിന്നെ CPMന് നിങ്ങളെ സീറ്റ് വാങ്ങിയിട്ട് വേണ്ടേ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ? CPM രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും പ്രതികരിക്കും. അതിനൊന്നും ഒരാളുടെയും സീറ്റ് ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചെയ്തികൾ നടത്തിയിട്ട് അത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു സർട്ടിഫിക്കറ്റും CPMന് ആവശ്യമില്ല. അതുകൊണ്ട് CPMനെയോ ഇടതുപക്ഷത്തെയോ ഈ കാര്യത്തിൽ പഠിപ്പിക്കാൻ വരേണ്ടതില്ല. നിങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്ന വിഷയത്തിനകത്ത് അഭിപ്രായം പറയൂ. ഇപ്പോൾ ഉയർന്നു വന്ന ഗൗരവമായ വിഷയം ഷാഫിയും രാഹുലും അതുപോലെ തന്നെ VD സതീശനും അടങ്ങുന്ന ഒരു സംഘം കേരളത്തിലെ പാരമ്പര്യമുള്ള ഒരു പാർട്ടി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന ക്രിമിനൽ നടത്തിയ നടപടികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ VD സതീശൻ ശക്തമായ നിലപാടെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ VD സതീശന് ഒന്നും പറയാത്ത വിധത്തിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. അതായത് മുതിർന്ന നേതാക്കൾക്ക്, VD സതീശൻ മാത്രമല്ല മുതിർന്ന നേതാക്കൾക്ക് ആർക്കും തന്നെ പ്രതികരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ വിഭാഗം, ഈ പറയുന്ന ടീം മാങ്കൂട്ടം പുറത്തുനിന്ന് കളിക്കുകയാണോ എന്നതാണ് ചോദ്യം. ഞാൻ ശ്രീ PR ശിവശങ്കറിലേക്കും ഒപ്പം തന്നെ ശ്രീ NP ചിക്കുട്ടിയിലേക്ക് പോകുന്നു. ശ്രീ PR ശിവശങ്കർ, ഇപ്പോൾ മാധ്യമ സ്ഥാപനത്തിന് നേരെ, ഞങ്ങളുടെ സ്ഥാപനത്തിന് നേരെ നടന്ന ആക്രമണത്തെ BJP അപലപിച്ചു. ദേശീയ തലത്തിൽ തന്നെ അതൊരു വിഷയമാക്കി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിന് ക്രിമിനലാണ് എന്നറിഞ്ഞ ശേഷവും ലഭിക്കുന്ന സ്വീകാര്യത, അതിനെ എങ്ങനെയാണ് BJP കാണുന്നത്? സ്മൃതി, ഈ വിഷയത്തെ നമ്മൾ ആരും, രാഷ്ട്രീയ പ്രവർത്തകരോ പത്രപ്രവർത്തകരോ സാധാരണ ജനങ്ങളോ ഒരു ചെറിയ സംഭവമായി കാണരുത്. ഇത് റിപ്പോർട്ടർ ചാനലിന് നേരെ മാത്രമായ ഒരു അക്രമമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് നാളെ മറ്റ് പത്രങ്ങൾക്കെതിരെയും വരാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള ഈ ആക്രമണം ഒരു സൂചനയാണ്. ഒരു സൂചനയുടെ ഭാഗമായിട്ട് നോക്കൂ, ഒരു വ്യക്തിയുടെ ലൈംഗിക അരാജക പരമ്പരയുടെ വാർത്ത, ആ വാർത്ത നൽകി എന്നുള്ള ഒരു തെറ്റാണ് റിപ്പോർട്ടർ ചാനൽ ചെയ്തത്. മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള ചില മാധ്യമങ്ങൾക്കെതിരെ പ്രകടനങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഒരു വ്യക്തി, അതും അത്രയൊന്നും വലിയ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവൊന്നും അല്ലാത്തൊരു വ്യക്തി ഒരു ലൈംഗികമായ പീഡനക്കേസിൽ പ്രതിയാകുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരം വലിയ സംഘർഷാവസ്ഥയിലേക്ക് വരുന്ന ഒരു ചാനലിലേക്കുള്ള പ്രകടനം അവിടെ കരിയോലയ്ക്ക് ഞാൻ കേട്ടിട്ടില്ല. അവരുടെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ മറ്റാരോപണം വരുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളടക്കം, റിപ്പോർട്ടർ ചാനലിലെ അടക്കം വരുന്ന വാർത്തകളോടും അതിൻ്റെ ഉള്ളടക്കത്തോടും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് മാന്യമായി അവതരിപ്പിക്കുവാനും എതിർപ്പ് പ്രകടിപ്പിക്കുവാനും വാർത്തകൾ തന്നെ സാധ്യതയുണ്ട്. അത്തരം പ്രവർത്തനമാണ് ഞങ്ങൾക്ക് പരിചയമുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, നേരിട്ട് പാർട്ടിക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ മിഥുൻ മോഹന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വയനാടുള്ള ഒരു നേതാവ് ജംഷീർ എന്നോ ഒറ്റ പറയുന്ന ആളാണ് തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയിലടക്കം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ ഒരു സ്ലീപ്പിംഗ് സെല്ലുകളുടെ സംസ്കാരമായിരിക്കുന്നു. അത് ഒരു നമ്മൾ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കാത്ത ഒരു രീതി ഇന്ന് കോൺഗ്രസിനെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ മിനിമം യൂത്ത് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ന് താങ്കളുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് പ്രകടനം നടക്കുമ്പോൾ പരിചിതമായ മുഖങ്ങളില്ല അവിടെ, പക്ഷേ മറ്റുള്ള ജില്ലകളിൽ നിന്ന് വന്ന് പ്രകടനം നടത്തുന്നു. മുഖമില്ലാത്ത, പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത പലരും വന്ന് പ്രകടനത്തിന്റെ കൂടെ നിന്ന് ചാനലുകൾക്കെതിരെ ഒരു വളരെ ഘോരമായിട്ടുള്ള പ്രസംഗത്തിന് കൈയടിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദിസ് ഇസ് ടോട്ടലി ഹൈജാക്ട്. യൂത്ത് കോൺഗ്രസ് എങ്കിലും തുറന്ന് സമ്മതിക്കണം, ഞങ്ങളുടെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ അതിന്റെ ഒരു കാരണം കൂടെ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വ്യക്തി ഒരു രോഗമാണ്, ഒരു രോഗലക്ഷണമാണ്. അത് രോഗമല്ല, രോഗത്തിന്റെ ലക്ഷണമാണ്. യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ് എന്ന വലിയ ശരീരത്തിലും പടർന്നു കയറിയിട്ടുള്ള ഒരു വലിയ വിദേശ പണത്തിൻ്റെയോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഏലിയനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെയും രോഗലക്ഷണമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ വ്യക്തി.
ഒരു സംശയവുമില്ല. അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ, ആ രോഗലക്ഷണം പുറത്തേക്ക് വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരെ എങ്ങനെ നേരിടണമെന്ന് മുഖമില്ലാത്ത, അല്ലെങ്കിൽ ആ സംഘടനയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, വിദേശ പണം കൊണ്ട് കോൺഗ്രസിനെ നാളെ നിയന്ത്രിക്കാമെന്ന് ധരിക്കുകയും കുറെയെല്ലാം അതിലെല്ലാം വിജയിക്കുകയും ചെയ്ത ഒരു വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക്, വനിതാ നേതാക്കൾക്ക് ഈ വ്യക്തിയെ, ഈ കളങ്കിത വ്യക്തിക്കെതിരെ പറഞ്ഞപ്പോൾ വളരെ ശക്തമായ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സ്ലീപ്പിംഗ് സെല്ല്, സോഷ്യൽ മീഡിയയിലെ സ്ലീപ്പിംഗ് സെല്ലായിട്ട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പ്രവർത്തകരെ ചേർത്തിരിക്കുന്നു. കള്ള ഫേസ്ബുക്കുകളും അതുപോലെ തന്നെ ട്വിറ്റർ അക്കൗണ്ടുകളും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഇതിലൂടെ കേരളത്തിലെ മുഴുവൻ നേതാക്കളെയും സോഷ്യൽ മീഡിയയിലെയും ഭീഷണിപ്പെടുത്തി. ഞാൻ ചില ചാനലുകളിലൊക്കെ കണ്ടിരുന്നു, ചാനലിലൊക്കെ ഒരു ലൈവ് ഫോണിൻ പ്രോഗ്രാം നടത്തുമ്പോൾ നിരന്തരമായി ഇത്തരം ലൈംഗിക അരാജകത്വത്തിന്റെ പീഡന കഥകൾക്കെതിരെ അതിനെ അനുകൂലിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ, ചെറുപ്പക്കാർ വന്ന് പ്രതികരിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ വർഷങ്ങളായി തങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നേതാക്കൾക്ക് നേരെ, അല്ലെങ്കിൽ തങ്ങളുടെ കൂടെയുള്ളവരെ എങ്ങനെ സംരക്ഷിക്കുവാനും വേട്ടപ്പട്ടികളെ പോലെ കുറെ പേരെ പണം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ ചാനൽ ചർച്ചയ്ക്ക് ശേഷവും സ്മൃതിക്കെതിരെയും എനിക്കെതിരെയും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് CPM നേതാവിന് എതിരെയുമെല്ലാം ശക്തമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് വരും. ഒരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് സോഷ്യൽ മീഡിയ സ്ലീപ്പിംഗ് സെൽസ് ഇരിക്കുകയാണ്. വിദേശ പണത്തിന്റെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ ഈ നാട്ടിലെ പണത്തിന്റെ പിന്തുണയുണ്ട്, അവർക്ക് നേതാക്കളുണ്ട്, അവരെ ഭയമാണ് കോൺഗ്രസിലെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾക്കും. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോൺഗ്രസിലെയും ചില നേതാക്കളെ ഇതിനെതിരെ ശക്തമായി അകത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പ്രസംഗിച്ച, തീരുമാനമെടുത്ത നേതാക്കൾക്കെതിരെ വളരെ ഏറ്റവും മോശമായ രീതിയിൽ, അവർക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലുള്ള ചില പ്രചരണങ്ങളും ചില സ്ത്രീകളുടെയൊക്കെ ആരോപണങ്ങളും, അതിനൊന്നും വിലയില്ലെങ്കിൽ പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും തങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഇത്തരത്തിലായിരിക്കും പ്രതികരണമെന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുകയാണ്. ഒരു സംശയവുമില്ല, കോൺഗ്രസ് ഇതിൽ ശക്തമായി ഇത് മനസ്സിലാക്കണം. കോൺഗ്രസിനെ ഇതിനെ രക്ഷിക്കാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള ഈ ആക്രമണം അത് ഒരു വാർത്താ ചാനലിനെതിരെ മാത്രമുള്ളതല്ല. ഈ സംസ്ഥാനത്തെ മുഴുവൻ മീഡിയക്കെതിരെയുള്ള, മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും തങ്ങൾക്കെതിരെ എന്ത് പ്രവർത്തിച്ചാൽ എന്തായിരിക്കും നടപടി എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ്. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ പുറത്തേക്ക് വന്ന വാർത്തയുടെ ഗൗരവം കേരളമെല്ലാം അത് കണ്ട് ഞെട്ടിയതാണ്, കേട്ട് ഞെട്ടിയതാണ്. ആ വാർത്ത പുറത്തുവിട്ടതാണ് കുഴപ്പം, അല്ലാതെ ആ പ്രവൃത്തിയിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഒരു കൂട്ടർ. അതിന് ഒരു ഭാഗത്തു നിന്നും വലിയ സ്വീകാര്യത കിട്ടുന്നു. അങ്ങനെ ഒരു സംഘം രൂപപ്പെട്ട് അതിന് വലിപ്പം വെച്ച് വരികയാണ്. ആ വലിപ്പത്തിൽ അവിടെ അന്തിച്ചു നിൽക്കുകയാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ. കാരണം നടപടി ഇതാ ഉടനുണ്ടാകുമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ പ്രതികരിക്കാനാകുന്നില്ല. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പോലും അവരെപ്പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇവരങ്ങ് കൈയടക്കിയിരിക്കുകയാണോ കാര്യങ്ങൾ? അല്ല, കോൺഗ്രസ് ഒരു ചെറിയ പാർട്ടി ഒന്നുമല്ല. ഏതെങ്കിലും ഒരു 4-5 ആളുകൾ സൈബർ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ കോൺഗ്രസിനെ അങ്ങനെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി നിർത്താൻ കഴിയുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് കോൺഗ്രസിനെതിരായിട്ട് നടക്കുന്ന അറ്റാക്കുകളുടെ സ്വഭാവം എന്താണ്? ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് നിരന്തരമായ അറ്റാക്കുകൾ പല ഭാഗത്തുനിന്നും വന്നിട്ടില്ലേ? അപ്പോൾ അതിനൊക്കെ കീഴടങ്ങിയിട്ട് ആളുകളുടെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടാണോ കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകൾ ചില സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ അല്ലാത്ത തരത്തിലുള്ള അറ്റാക്കോ നടത്തിക്കളയും എന്ന് പേടിച്ചിട്ട് കോൺഗ്രസിൻ്റെ സമുന്നതമായ നേതൃത്വം മിണ്ടാതിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ വിഷയത്തിലുള്ള കാര്യം എന്താ വെച്ചാൽ, ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ വന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിനെ ശക്തിയുക്തം അപലപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം രാജിവെക്കണം എന്നുള്ളത് സാങ്കേതികമായ ചില വിഷയം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജി വേണ്ട എന്ന നിലപാടിലേക്ക് അവർ എത്തിയത്. കാരണം ഒരു പുതിയൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം നിയമസഭാ സഭയിലേക്ക് പോകുന്ന സമയത്ത് ഒരു മൂന്നാമതും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാങ്കേതികമായ അല്ലെങ്കിൽ തന്ത്രപരമായ ചില വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ നിന്നുള്ള രാജിക്ക് തടസ്സമായിട്ട് നിന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ചില ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എന്ന പേരിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഓഫീസിനകത്ത്
സ്ഥലത്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് ഇപ്പോൾ ജാഥ നടത്തുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഷാഫിയുടെ പിന്നെ പ്രസ്താവന കണ്ടു. പൊതുവിൽ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് ഇത്തരം അതിക്രമങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അപലപിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ ആളുകളുടെ മേൽ പാർട്ടിക്ക് നിയന്ത്രണം ഉണ്ടെന്നല്ല. കാരണം ഈ ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട് തന്നെ പറഞ്ഞതനുസരിച്ച് ഈ ആളുകൾ ആരാന്ന് പോലും അറിയുന്നില്ല. 1-2 ആളുകൾ മാത്രമാണ് അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരായിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നടപടി എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. കാരണം ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് അത് ഇവിടെയാണെങ്കിൽ ഡൽഹിയിലാണ്. ഡൽഹിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഏറ്റവും പ്രഗത്ഭരായ ഇന്ത്യയിലെ 2 എഡിറ്റേഴ്സിന് കരൺ താപ്പറിനെതിരായിട്ടും സിദ്ധാർത്ഥപരെതിരായിട്ടും ആസാമിൽ ഏതോ പോലീസുകാരനാണ് കേസുമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 2 പത്രാധിപന്മാർക്കെതിരായിട്ട് ആസാമിലെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു സാധാ ഹെഡ് കോൺസ്റ്റബിൾ ആണ് കേസ് എടുക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം വളരെ ഒരു ഇന്ത്യയിലൊരു നിയമവാഴ്ചയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഈ സർക്കാരിനെ കേന്ദ്രത്തിലായാലും ശരി മറ്റെവിടെയായാലും ശരി സർക്കാരിനെതിരായിട്ട് നിലപാടെടുക്കുന്ന ആളുകൾക്കെതിരായിട്ട് ഉള്ള ഒരു ഭീകരമായിട്ടുള്ള അറ്റാക്ക് സർക്കാരിൻ്റെ ഭാഗത്തും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പിന്നെ ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതെല്ലാം വളരെ അപലപനീയമായ സംഗതിയാണ്. ഒരു കാരണവശാലും ജനാധിപത്യ സമൂഹത്തിന് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യ സമൂഹത്തിനകത്ത് ഇത്തരം പ്രവണതകൾ ആരും അതിനാരും പിന്തുണയ്ക്കുകയില്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളായാലും ശരി മറ്റു പാർട്ടി നേതാക്കളായാലും ശരി അതിനെ അതിശക്തമായിട്ട് അപലപിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ പാർട്ടികൾക്കും ഇപ്പോൾ അവരുടെ സൈബർ വിങ് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ പാർട്ടികൾക്കുമുണ്ട്. അവരുടെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തെ സർക്കാരിനെ CPM-നെ സംബന്ധിച്ചാണെങ്കിൽ സർക്കാരിൻ്റെ പരിപാടികൾ, സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഇതൊക്കെയാവും പ്രധാനമായും പറയുക. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് എന്താണ് ചെയ്യുക? സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള എതിരഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിൽ ആരെങ്കിലും അഴിമതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടാനുള്ള വിവരങ്ങൾ പുറത്തുവിടുക, ജനങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകുക. അതല്ലേ സാധാരണഗതിയിൽ സൈബർ ടീം ചെയ്യേണ്ടത്. പക്ഷേ എന്താണ് ഈ സൈബർ വിങ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ എതിരായി റിപ്പോർട്ട് നൽകുന്ന അല്ലെങ്കിൽ എതിരായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ സ്ഥിരമായി മോശം വാക്കുകളിലൂടെ പോസ്റ്റുകൾ ഇടുക എന്ന ഒരു ജോലി മാത്രമാണ് നടക്കുന്നത്. ഇതാണോ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, സൈബർ വിങ് ആയാലും ശരി ചാനലുകളിൽ വന്ന് പ്രസംഗിക്കുന്ന ആളുകൾ ഞാൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ചില രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ സ്പോക്സ്മാൻ എന്ന് പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് നിരന്തരമായിട്ട് വ്യക്തിഗതമായ അറ്റാക്കുകൾ വളരെ പരസ്യമായിട്ട് നേരിടുന്നത് നിങ്ങളുടെ ചാനലും പലതവണ ഞാനത് നേരിട്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ അതിനോടൊന്നും പ്രതികരിക്കാൻ ശ്രമിക്കാറില്ല. കാരണം ഇത് നമ്മുടെ സമൂഹത്തിനകത്ത് രാഷ്ട്രീയക്കാർക്കിടയിലായാലും ശരി അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉപജാപക സംഘങ്ങൾക്കിടയിലായാലും ശരി ഈ ഒരു പ്രവണത വന്നിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ജനാധിപത്യ സമൂഹത്തിൻ്റെ വലിയ തകർച്ചയുടെ ലക്ഷണമാണിത്. വലിയ മറ്റ് പാർട്ടികളെ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളൊന്ന് കണ്ണാടി സ്വയം ഒന്ന് തിരിച്ചു നോക്കണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇതൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര ശുദ്ധരാണെന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ കണ്ണാടി സ്വന്തം മുഖത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേ തരത്തിലുള്ള മാധ്യമങ്ങളുടെ നേരെയുള്ള കടന്നുകയറ്റം, അനാവശ്യമായ അതിക്രമങ്ങൾ, അനാവശ്യമായ പീഡനങ്ങൾ ഇത് എല്ലാ ആളുകളും ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രവണത കേരളത്തിലും നേരത്തെ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഈ തരത്തിലൊരു ഒരു അന്തരീക്ഷം നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാധ്യമങ്ങൾക്ക് നേരെ എന്തുമാവാം, മാധ്യമങ്ങളുടെ നേരെ ഏത് ആക്രമണവും നടത്താം എന്നൊരു സമീപനം വന്നിട്ടുണ്ട്. ആ ഒരു സമീപനം ഉണ്ടാക്കുന്നതിൽ അത്തരത്തിലൊരു വല്ലാത്തൊരു അന്തരീക്ഷം സംജാതമാക്കുന്നതിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ പലർക്കും പങ്കുണ്ട്. കാരണം മാധ്യമങ്ങൾ ചെയ്യുന്ന റിപ്പോർട്ടുകൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ ഒരു കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നൊരു അന്തരീക്ഷം കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ തരത്തിൽ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും സ്പെസിഫിക് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന അവർ വ്യക്തിഗതമായി ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമീപനം കുറച്ച് കാലങ്ങളായി കേരളത്തിലുള്ളതാണ്. അത് എല്ലാ പാർട്ടികളിലും അത് വ്യാപിച്ചു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ മാങ്കൂട്ടത്തിന്റെ സംഘവും ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും നടത്തുന്നത്. പക്ഷേ ഒരു കാര്യം ഒരു വ്യത്യാസമുള്ളത് ഇത്രയധികം തെളിവുകളോടെ ഒരു വിവരം പുറത്തേക്ക് വരികയാണ്. അത് വ്യക്തിപരമായ കാര്യമാണ് എന്ന രൂപത്തിൽ കൂടിയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. വ്യക്തിപരമായ 2 വ്യക്തികൾക്കിടയിലെ വിഷയമാണത്രേ. അതങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. അങ്ങനെ പല വ്യക്തികളുമായി ഈ വ്യക്തി നടത്തിയ അതിക്രമത്തിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഉപദ്രവിക്കലും ദുരുപയോഗം ചെയ്യലും ഒക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിൽ സാങ്കേതികമായി പരാതിയില്ലല്ലോ എന്ന വാക്കുകൊണ്ട് അതിനെ മയപ്പെടുത്താനും അതിൻ്റെ ഗൗരവം കുറയ്ക്കാനുള്ള ശ്രമം പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഈ VD സതീശനെ പോലുള്ള മുതിർന്ന നേതാക്കളിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന പല നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് തെറ്റാണ്, ഇതിനെ അപലപിക്കുന്നു എന്ന പ്രതികരണം ഷാഫി പറമ്പിൽ നമ്മൾ കേട്ടിട്ടില്ല. പാർട്ടി നിലപാടിനൊപ്പം എന്ന് പറയുന്നതിനപ്പുറം മറ്റൊന്നും കേട്ടിട്ടില്ല. ഇപ്പോൾ അക്രമം ശരിയല്ല എന്ന് പറയുമ്പോഴും അക്രമം അദ്ദേഹത്തിന് മുന്നിൽ തന്നെ നടന്നിട്ടുണ്ടെന്നേ വടകരയിൽ.
അല്ലെ, അത് കറക്റ്റാണ്. നിങ്ങൾ പറയുന്നത് ശരിയുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ന്യായീകരണങ്ങൾ, എനിക്കെതിരായി നടക്കുന്നത് ഗൂഢാലോചന ന്യായീകരണങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അത് സ്വീകാര്യമല്ല. അദ്ദേഹത്തിനെതിരായിട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങൾ മാത്രമല്ല, ഈ ശബ്ദ സന്ദേശങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എൻ്റേതല്ല, ഞാനല്ല അത് പറഞ്ഞതെന്ന് ഒരിക്കലും അദ്ദേഹം എവിടെയും പിന്നെ അങ്ങനെ നിഷേധിച്ചില്ല. അത് ക്രെഡിബിളായിട്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നെ മാറി നിൽക്കാൻ കഴിയുന്നില്ല. ഈ സംഗതികളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല, അങ്ങനെയൊക്കെ നോക്കിയാൽ ഈ തരത്തിൽ MLA സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾ, പൊതുരംഗത്ത് വലിയ വരുന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകൾ സ്ത്രീകളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഉപയോഗിക്കുന്ന വാക്കുകളും അവരുടെ ഒരു ഭീഷണിയുടെ സ്വരവും ഒക്കെ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ വളരെ ആപൽക്കരമായ ചില സ്ത്രീകൾ എന്ന് പറയുന്ന ആർക്കു വേണ്ടി ഉപയോഗിച്ച് വലിച്ചെറിയാനുള്ള എന്തോ ഒരു സംഗതിയാണ് എന്ന മട്ടിൽ ഒരു സമീപനം അതിനകത്ത് കാണുന്നുണ്ട്. അത് വളരെ വളരെ എന്താ പറയുക, ഒരു ഞെട്ടിക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണ്. ഒരു കാരണവശാലും ജനാധിപത്യ സമൂഹത്തിന് കഴിയില്ല. അപ്പം അതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് KPCC പ്രസിഡന്റ് ആയാലും ശരി, പിന്നെ പ്രതിപക്ഷ നേതാവായാലും ഒക്കെ വന്നിരിക്കുന്നത്. ഷാഫി മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിനെ ന്യായീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു പരിധി വരെ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തോ അനുയായിയോ ഒക്കെ ആയിരിക്കുന്ന രാഹുലിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു പ്രവണത അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എന്ന നിങ്ങളുടെ ആരോപണത്തിൽ ശരിയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിരുന്നു. എനിക്കത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അന്നും ഇന്നും ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സ്വീകാര്യത നൽകാനുള്ള ശ്രമം ഒരു വശത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് തന്നെ കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞതാണല്ലോ, ഇത് ഒരു മാസത്തേക്കുള്ള മാറ്റി നിർത്തലല്ല, ഇതിൽ കൃത്യമായി നിരപരാധിത്വം തെളിയിക്കുന്നവരെ പാർട്ടിക്ക് പുറത്താണെന്നാണ് VD സതീശൻ പറഞ്ഞത്. പക്ഷേ VD സതീശന്റെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മാറിയോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ. നോക്കൂ സ്മൃതി, ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ആ ആളെ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും കോൺഗ്രസിന് അന്വേഷിക്കേണ്ട യാതൊരു ബാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം, പാലക്കാട് C. ചന്ദ്രൻ്റെ വീട്ടിൽ യോഗം ചേർന്നു എന്ന് പറയുന്നത് ആ വീട്ടിൽ താൻ ഉണ്ടായിരുന്നേ ഇല്ല എന്ന് ചന്ദ്രനും അങ്ങനെ യോഗം ചേർന്നിട്ടേ ഇല്ല എന്ന് ഷാഫി പറമ്പിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുക. കാരണം അത് അങ്ങനെയാണല്ലോ, നമ്മളത് ആ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ മറ്റു കാര്യം, ഇതിലത്തെ രാഷ്ട്രീയം ഇപ്പോൾ എവിടെ എത്തി? വ്യക്തിപരമായ രാഷ്ട്രീയത്തിലേക്ക് നിന്നും ഇത് സമൂഹത്തിൽ പൊതു ചർച്ചയായി. അപ്പോൾ ഇതിൽ CPMൻ്റെ ഒരു രാഷ്ട്രീയം, കാപട്യവും ഇരട്ടത്താപ്പും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഇതിപ്പം CPM കൊണ്ടുവരുന്ന രാഷ്ട്രീയം ഷാഫി പറമ്പിലിനെതിരെയാണ്. DYFI ഷാഫി പറമ്പിലിനെ ഭയക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ ഭയം ഗോവിന്ദ മാഷിലേക്ക് എത്തുമ്പോഴോ, ഇന്ന് ഗോവിന്ദ മാഷിന്റെ പത്രസമ്മേളനത്തിൽ ഷാഫി പറമ്പിലാ പ്രതി, അല്ലാണ്ട് കോൺഗ്രസ് അല്ല, UDF അല്ല. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ചർച്ചയിൽ ഇങ്ങനെ വഴിതിരിച്ച് വിട്ടിട്ട് അവരുടെ കാലത്തുള്ള കാര്യങ്ങൾ മറയ്ക്കണം. അത് എത്രയായാലും മറയ്ക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നിരന്തര ചർച്ചയാവുന്നതാണ്. ഇവിടെ കോൺഗ്രസിലെ വനിതകൾ ഉമാ തോമസിനെയൊക്കെ സൈബർ സെൽ ആക്രമിച്ചു എന്ന് പറഞ്ഞ DYFI നേതാവിൻ്റെ ഒരു ദുഃഖം ഉമാ തോമസ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ആരോപണത്തിൽ എടുത്താവുന്ന നിലപാട് CPMലെ വനിതാ നേതാക്കൾ എടുത്തതൊരു ചോദ്യം കുറേ ദിവസമായി ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഉത്തരം വേണ്ട. പക്ഷേ ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ വ്യക്തി കേന്ദ്രീകൃതമാകുകയാണ്. അല്ല, ഒറ്റ മിനിറ്റ്, വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഒരു ചർച്ച പോകുമ്പോൾ ആ ചർച്ച എവിടെ ചെന്നെത്തും? ഇവിടെ എന്താ പ്രശ്നം? ഈ ഗൗരവമുള്ള വിഷയം ഒരു തമാശയാക്കി മാറ്റുന്ന CPM ആണ്. ഞാൻ ഈ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് അവിടെ പുറത്താക്കിയതോട് തീർന്നു. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പറയാത്തത്. അത് സ്മൃതി ചോദിച്ചുകൊണ്ട് വേണ്ടിയിട്ട് പുറത്തേക്ക് ആളുകൾ പ്രതികരിക്കുന്നത് പാർട്ടിയിലെ തന്നെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ച് അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് പാർട്ടിയുടെ ഭാഗമാണ് എന്ന് പറയുന്നവർ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് എവിടെ നിന്നാണ് വരുന്നത്? അത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് വരുന്നതല്ലോ. അല്ല, ഒറ്റ കാര്യം, ആരും പരസ്യമായിട്ട് ആ പുറത്ത് രാഹുലിനെ മാങ്കൂട്ടത്തിലെ ആരും പരസ്യമായിട്ട് പിന്തുണച്ചായിട്ട് എൻ്റെ അറിവിലില്ല. അത് സ്മൃതി എന്തുദ്ദേശിച്ച പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകാം, ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ടർ ചാനലിനെതിരായിട്ടുള്ള നീക്കമുണ്ടാകാം. അതൊന്നും അല്ലല്ലോ നമ്മുടെ ചർച്ച. പൊതുവായിട്ട് കോൺഗ്രസ് നേതൃത്വം എന്തു പറയുന്നു അതാണ് ചിന്തിക്കേണ്ടത്. KPCC പ്രസിഡന്റ് എന്തു പറയുന്നു അതാണ് കോൺഗ്രസിൻ്റെ. ഇതിൽ കോൺഗ്രസിന് ഒരു മീഡിയ സെല്ലും ഡിജിറ്റൽ സെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം സ്മൃതിയുടെ അറിവിലേക്ക് പറയാം. എനിക്ക് കിട്ടിയ അറിവാണ്. VT ബൽറാമായിരുന്നു അതിൻ്റെ ചെയർമാനായിരുന്ന ആൾ 3 വർഷമായിട്ട്. അദ്ദേഹം ഒരു 3-4 മാസം മുമ്പ് അദ്ദേഹം ആ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. ഇത് പുനഃസംഘടിപ്പിക്കാനായിട്ട്
നമ്മുടെ സണ്ണി ജോസഫ് പ്രസിഡന്റായ സമയത്ത് പുനഃസംഘടിപ്പിക്കാനായിട്ട് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം നിലവിലിരിക്കുകയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഈ BT ബൽറാമിലേക്ക് വലിച്ചിഴക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അത് അദ്ദേഹം ഇപ്പോൾ ആ സ്ഥാനത്ത് സത്യത്തിൽ അദ്ദേഹം ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം 3 മാസം കൊണ്ട് ഒരു പ്രപ്പോസൽ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ചർച്ചയാവുന്നത് ഞാൻ എതിര് പറയുന്നില്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ CPM ഇത് ചർച്ചയാക്കുമ്പോൾ അവർ വഴിതിരിച്ചു വിടുന്ന എന്തിനാ? യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന മുകേഷിന്റെ കാര്യം മിണ്ടില്ല. ചോദിച്ചാൽ മുകേഷിനെ കുറിച്ച് മിണ്ടാനേ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായം എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞോളൂ. അല്ല, ആ ചോദ്യം ഞാൻ പറയാം. ഇപ്പൊ ശ്രീകുമാറിന്റെ വെപ്രാളവും ബേജാറും കാണുമ്പോൾ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുകയാണ് ഇതിന്റെ ഗൗരവം കുറക്കും പോലും. ക്രിമിനലുകളുടെ വക്കാലത്ത് ഏറ്റെടുത്തിട്ട് വൈകുന്നേരങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി അന്തിച്ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന നിങ്ങളുടെ വാദങ്ങളാണ് ഇതിനെല്ലാം ഗൗരവം കുറക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയാ വാദിക്കുന്നത്? വാദിക്കുകയാണ് അദ്ദേഹം, വാദിക്കുകയാണ്. അദ്ദേഹം പറയുന്നു അയാളെ സംരക്ഷിക്കുന്നു എന്ന്. അയാളെ സംരക്ഷിക്കുന്നത് അയാളെ സംരക്ഷിക്കുന്നത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ്. യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കട്ടപ്പയും ബാഹുബലിയും എങ്ങനെ കടന്നു വന്നു? ഡിവൈഎഫ്ഐക്കാർ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിവൈഎഫ്ഐയുടെ അംഗങ്ങളില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ ഉയരുന്നു എന്നതാണ് അങ്ങേറ്റം ലജ്ജാകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അതിനെന്നും ന്യായീകരിക്കാൻ വേണ്ടി ശ്രീകുമാർ എത്ര പുറപ്പെട്ടാലും ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായ തെളിവുകളോട് വന്നിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ഇനി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വല്ലാതെ കുറഞ്ഞു പോകുന്നത് എന്ന കാര്യങ്ങളും ഈ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി ശരി, ഓരോരുത്തരുടെയും മറുപടികൾ കോൺഗ്രസ്സുകാർ പോലും വരുന്നില്ല. ശരി, കോൺഗ്രസ്സുകാർ പോലും ചർച്ചയ്ക്ക് വരുന്നില്ല. ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങളെ പോലുള്ള ആളുകളെ വൈകുന്നേരം ചർച്ചയ്ക്ക് കോൺഗ്രസ് റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചകളിൽ കുറച്ചു കാലമായിട്ട് കോൺഗ്രസ് ബഹിഷ്കരണമാണ്. അവർ വരുന്നില്ല, അത് വരുന്നില്ല. ശ്രീകുമാർ സാർ വരുന്നത് നമ്മൾ വിളിച്ചിട്ടാണല്ലോ. റിപ്പോർട്ടർ ചാനൽ ശ്രീകുമാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ടറിൽ മാത്രമല്ല എല്ലാ ചാനലുകളും പോയിട്ട് ന്യായീകരണ തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറയാണല്ലോ അയ്യോ ഉത്തരവുണ്ടോ? BJP ദേശീയ തലത്തിൽ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞതാണ്. ഇനി എന്താണ് നിങ്ങളുടെ നിലപാട്? നോക്കൂ, ഇത് ഒരു ചെറിയ വിഷയമായിട്ട് കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ മറ്റൊരു ഉദാഹരണം, ഇന്ന് പാലക്കാടുള്ള ഈ കളങ്കിത MLA തിരിച്ച് അവിടെ ഓണപ്പരിപാടിയിലടക്കം പങ്കെടുപ്പിക്കുവാനായിട്ട് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഷാഫി, അദ്ദേഹം എന്തിനാണ് ഇത്രയേറെ പണവും മുടക്കി ഇത്രയേറെ സമ്പത്തൊക്കെ മുറക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നത്? അതിനുവേണ്ടി കാര്യമായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ഞാൻ മനസ്സിലാക്കിയത്തോളം കോൺഗ്രസിന്റെ ഗർഭപാത്രത്തിൽ താലിബാന്റെ ഭ്രൂണം വളരുകയാണ്. അത് എത്ര വലിയ ദിനോസറസ് ആയിട്ടാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് എന്ന് മാത്രമേ ഇനി കാലം തെളിയിക്കേണ്ടതുള്ളൂ. ഒരു സംശയവുമില്ല ഇത് കോൺഗ്രസിന്റെ അധപ്പതനത്തിന് കാരണമാകുന്ന തരത്തിൽ. ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കട്ടെ. ശ്രീ ചേക്കുട്ടി ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു സെൻട്രൽ ഭരണത്തിനെതിരെയും ഇത്തരത്തിലുള്ള ഒരു ആരോപണമുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞ എന്താ, ഒരു എഡിറ്റർക്കെതിരെ ആസാമിലെ പോലീസ് കേസെടുത്തു എന്ന്. ആസാമിലെ പോലീസിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിദ്ധാർത്ഥ വരദരാജനും കേസെടുക്കുന്നതിൽ പ്രത്യേകം എന്തെങ്കിലും ക്വാളിറ്റി വേണം? ഒരു ഗൗരവത്തിൽ അത്തരത്തിലുള്ള വിഷയം പറയുമ്പോൾ ഞാൻ പറയട്ടെ, അത് സെക്ഷൻ 152 എന്തിനാ സ്മൃതി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ? അവർ പറഞ്ഞപ്പോൾ മിണ്ടായിരുന്നു, ഞാൻ പറയുമ്പോൾ എന്തൊക്കെ പറയണേ? അത് സെക്ഷൻ 152 അടക്കമുള്ള കേസെടുത്തേക്കാണ്. അതുകൊണ്ട് കരൺ താപ്പറിനെതിരെയും സിദ്ധാർത്ഥനെതിരെയും പറയുമ്പോൾ അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ക്വാളിഫൈഡ് ആൾക്കാർ എടുക്കണമെന്നുണ്ടോ? എന്തിനാണ് അതെടുത്തത്? എന്തുകൊണ്ടാണ് സുപ്രീം കോടതി കേസ് അറസ്റ്റ് ചെയ്യുന്നതല്ലേ പറഞ്ഞുള്ളൂ? സെക്ഷൻ 152 മാറ്റാൻ പറഞ്ഞോ? അവരോട് പറഞ്ഞത് ഈ കേസുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്, കേസ് പിൻവലിക്കാനെന്ന് പറഞ്ഞില്ല. അതും ഈ വിഷയമായിട്ട് ഒരു വ്യക്തിയുടെ ഒരു വിഷയം വരുമ്പോൾ ഒരു പത്രത്തിന്റെ റിപ്പോർട്ടറുടെ ചാനലിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതും ഒരു കേസ് എടുക്കുന്നതും അത് ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള
സ്മൃതി, ഓപ്പറേഷൻ സിന്ദൂറിനെ പോലുള്ള ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ അതിനെതിരെ 14 ലേഖനങ്ങൾ എഴുതിയതിനാ അയാൾക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞത്. അല്ലാണ്ട് അവിടെ അവിടെ ആരുടെങ്കിലും ഗർഭം ഉണ്ടാക്കിയതിന്റെ കേസല്ല അവിടെ പറഞ്ഞത്. ഓപ്പറേഷൻ അതിനെതിരെ സിന്ദൂറിൽ ഔദ്യോഗികമായി വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിഷയം മാറ്റണ്ട, ഈ ഗൗരവമുള്ള വിഷയത്തിൽ നിന്നാൽ മതി. ശ്രീ പി ആർ ശിവശങ്കർ, ഇത്രയും ശബ്ദമുയർത്തിയ രാഹുലിന്റെ കാര്യത്തിൽ പറയൂ. ഈ വിഷയത്തിലാണ് നിൽക്കേണ്ടത്. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓഫീസിൽ കയർത്താനാണ് ആൾക്കാർ വരുന്നത്. ശരി, വളരെ നന്ദി. നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ വി കെ സനോജ്, പി ആർ ശിവശങ്കർ, ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ എൻ പി ചക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.